ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഈത്തപ്പഴവും അവലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പഴമൊന്നും അധികം ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയുള്ള വലിപ്പത്തിലുള്ള ഈ ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ശർക്കര റെഡി ആയിട്ടുണ്ട്. നമുക്കത് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ബ്രൗൺ കളർ അവലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. അതാണെങ്കിൽ അതായാലും മതി. അത് അവലിട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ അവൽ ലഡു ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അവലൊന്ന് വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അവലൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നമുക്ക് പൊടിക്കേണ്ട ഒരു പരുവം മാത്രം മതി. അപ്പോൾ ഇപ്പോൾ അവലിൻ്റെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് അവൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഏത്തപ്പഴമാണ്. അപ്പം നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ അത്രയും നല്ലതാണ്. അതായത് പുറമൊക്കെ ഇപ്പം നല്ല കളറൊക്കെ മാറിയാലും കുഴപ്പമില്ല. അത്രയും പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. നമ്മൾ ഈ നെയ്യിലിട്ടിട്ടാണ് നമ്മൾ പഴം ഒന്ന് വാട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് നല്ല പഴുപ്പ് കൂടിയ പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്യിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വാട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നെയ്യിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ വാട്ടുമ്പോൾ തന്നെ പഴം പെട്ടെന്ന് തന്നെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരാനായിട്ട് തുടങ്ങും. കണ്ടില്ലേ, ഇപ്പോൾ പഴം ചെറുതായിട്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഒന്ന് ഉടഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടില്ല, കുറച്ചാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ആ ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ പഴം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക പഴമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാം. ഞാൻ ശർക്കര ചേർത്തത്, ശർക്കരയാണ് കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ കുറച്ചും കൂടെ ഹെൽത്തിയാണ് ശർക്കര ചേർക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് പഴം നന്നായിട്ടൊന്നും കൂടെ വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പഴമൊക്കെ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ടങ്ങ് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടേണ്ട ആ ഒരു പരുവമാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെയായിട്ട് ശർക്കര ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ അതാ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പഴം ശരിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പഴം ഒരുവിധം നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവലിൻ്റെ പൊടി ചേർക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് ചേർക്കേണ്ട, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് ആ പഴമായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴമായിട്ട് മിക്സായിട്ട് നമുക്കറിയാൻ പറ്റും ആ ഒരു പരുവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ മൊത്തം ശർക്കര പാനി ഒഴിച്ചിട്ടില്ല, കുറച്ചുകൂടെ ഒഴിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആ ഒരു പരുവാവും. ഇപ്പോൾ ബാക്കിയുള്ള അവൽ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 1/4 കപ്പോളം അവലെടുത്തിട്ട് അത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാക്കിയുള്ള ശർക്കരയുടെ പാനിയും ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവവും കണ്ടില്ലേ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ആ ശർക്കരയും അതുപോലെ പഴവും അവലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും.
പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ശരിക്കും പാനിൽ നിന്നൊക്കെ അതുപോലെ നന്നായിട്ട് വിട്ട് വരും. ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് സെറ്റ് എടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ബോളാക്കി വേണമെങ്കിൽ അങ്ങനെ പിടിച്ചെടുക്കാം. അപ്പോൾ ഒരു ലഡുവിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ അതാ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, ഷേപ്പ് ചെയ്തിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഏത് പാത്രത്തിലാണോ ആ ഒരു ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ സ്പൂണിൻ്റെ പുറകിലായിട്ട് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, ആ ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വറുത്തിടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഉള്ളിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിത് മുറിച്ചിട്ടെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോൾസ് ആക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. കാര്യം ഇതിൽ നമ്മൾ അവലയൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ആ ഒരു ബൈൻഡിങ് കിട്ടും നന്നായിട്ട് നമുക്ക്. കണ്ടില്ലേ, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഏത്തപ്പഴമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഏത്തപ്പഴവും അവലും ശർക്കരയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്